നമസ്കാരം, എല്ലാവർക്കും സപ്പിയൻസ് PSC സ്വാഗതം. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷ 2023 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ 3 ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായി പോകുന്നത്. ഓരോ ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. നേരെ ക്ലാസ്സിലേക്ക് കിടക്കും. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ ബന്ധം ഏതാണ്? ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യം വരുമ്പോൾ അടിയിൽ വരയിടണം തെറ്റായ ബന്ധം ഏത് എന്നാണ് നമ്മളോടുള്ള ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, അയ്യങ്കാളി സാധുജന പരിപാലനം. വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ. വാഗ്ബടാനന്ദൻ സമത്വ സമാജം. ഇതിൽ ഒരെണ്ണമേ തെറ്റുള്ളൂ. വാഗ്ബടാനന്ദൻ അല്ല സമത്വ സമാജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, വൈകുണ്ഠസ്വാമിയാണ്. സമത്വ സമാജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് വൈകുണ്ഠസ്വാമിയാണ്. അത് തെറ്റാണ്. അപ്പൊ തെറ്റായ ബന്ധം ഏതാ? മൂന്ന് മാത്രം വരുന്നത് ഏത് ഓപ്ഷനാ? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ഉത്തരം. ശരി, വിശദീകരണത്തിലേക്ക് പോവാം. ശ്രദ്ധിക്കൂ. സാധുജന പരിപാലന സംഘം എന്തിനു വേണ്ടി രൂപീകരിച്ചു? താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വേണ്ടിയുള്ള യാത്രാ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും പൊതുനിരത്തുകളിലുള്ള യാത്രാ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അതുപോലെ തന്നെ സ്കൂളുകളിൽ പ്രവേശനം നേടുന്നതിനുമായി 1907 അയ്യങ്കാളി സ്ഥാപിച്ചതാണ് സാധുജന പരിപാലന സംഘം. ഇതിന് പ്രചോദനമായ സംഘടന, സാധുജന പരിപാലന സംഘത്തിന് പ്രചോദനമായ സംഘടന SNDP. SNDP ആര് സ്ഥാപിച്ചു? ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചു എന്ന് 1903 മെയ് 15. 1903 മെയ് 15-നാണ് SNDP രൂപീകരിക്കുന്നത്. ഇനി സാധുജന പരിപാലനത്തിന്റെ മുഖപത്രം ഏതാ? സാധുജന പരിപാലിനി. വ്യക്തമല്ലേ? എന്തൊക്കെയാ പഠിച്ചത്? സാധുജന പരിപാലന സംഘം ആരംഭിച്ചു? അയ്യങ്കാളി. എന്നാണ് 1907. എന്തിന്? താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കുള്ള യാത്രാ സ്വാതന്ത്ര്യം. എവിടെ? പൊതുനിരത്തുകളിൽ. അതുപോലെ തന്നെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കുള്ള സ്കൂളിലേക്കുള്ള പ്രവേശനം. ഇതിനായി ആരംഭിച്ചു. പ്രചോദനമായ സംഘടന SNDP. SNDP എന്ന് രൂപീകരിച്ചു? 1903 മെയ് 15-ന് രൂപീകരിച്ചു. ആര് രൂപീകരിച്ചു? ശ്രീനാരായണ ഗുരു രൂപീകരിച്ചു. ഓക്കെ, ഇനി സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം സാധുജന പരിപാലനി. ഇത്രയും സെറ്റാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ? വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ. ശരിയാണോ? ശരിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയാണ് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ, അതുപോലെ മുസ്ലിം ഐക്യ സംഘം, അതുപോലെ മുസ്ലിം സമാജം. ചിറയിൻ കീഴാണ് മുസ്ലിം സമാജം ആരംഭിക്കുന്നത്. ഇത് മൂന്നെണ്ണം വക്കം മൗലവിയുടേതാണ്. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ കിട്ടിയോ? അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ, മുസ്ലിം ഐക്യ സംഘം, മുസ്ലിം സമാജം. മുസ്ലിം ഐക്യ സംഘം, മുസ്ലിം സമാജം, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ. ഇത് മൂന്നും വക്കം മൗലവി. മൂന്നെണ്ണം ഒന്നൂടെ: അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ, മുസ്ലിം ഐക്യ സംഘം, മുസ്ലിം സമാജം. ഇത് മൂന്നും ആരുടെയാ? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓക്കെ ആണല്ലോ. അടുത്തത് ആരാ? സമത്വ സമാജം. ഞാൻ പറഞ്ഞു സമത്വ സമാജം ആരുടേതാണ്? സമത്വ സമാജം വൈകുണ്ഠസ്വാമിയുടേതാണ്. 1836-ലാണ് സമത്വ സമാജം രൂപീകരിക്കുന്നത്. വർഷം ഓർത്തു വെക്കണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. സമത്വ സമാജം രൂപീകരിച്ചത് 1836 വൈകുണ്ഠസ്വാമി. ഇതിനെക്കുറിച്ചുള്ള ഒരു പോയിന്റ് കൂടെ ഓർത്തു. കേരളത്തിൽ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച പ്രസ്ഥാനം. കേരളത്തിൽ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഏത് പ്രസ്ഥാനമാണ്? സമത്വ സമാജം. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് വാഗ്ബടാനന്ദൻ. എന്തുകൊണ്ട് വാഗ്ബടാനന്ദനെ ഉൾപ്പെടുത്തി? ഇതേ നോക്കൂ, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വാഗ്ബടാനന്ദനാണ് സമത്വ സമാജം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് വാഗ്ബടാനന്ദനെ കുറിച്ചുകൂടെ ഒന്ന് പറഞ്ഞോട്ടെ. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന വാഗ്ബടാനന്ദൻ. മലബാറിലെ ശ്രീനാരായണ ഗുരു വാഗ്ബടാനന്ദൻ. കണ്ണൂരിലെ പാട്യം ജനിച്ചു. വാഗ്ബടാനന്ദൻ ആരംഭിച്ച മാസികകളാണ് യജമാനൻ, അതുപോലെ ശിവയോഗ വിലാസം. പിന്നെ വാഗ്ബടാനന്ദൻ ആരംഭിച്ച സംസ്കൃത വിദ്യാഭ്യാസ കേന്ദ്രം, അതായത് കോഴിക്കോട് കാരപ്പറമ്പിൽ ഇദ്ദേഹം ആരംഭിച്ച സംസ്കൃത വിദ്യാഭ്യാസ കേന്ദ്രമാണ് തത്വപ്രകാശിക ആശ്രമം.
അപ്പൊ അത്രയും കൂടെ ഓർത്തിരിക്കാമല്ലോ. വാഗ്ഭടാനന്ദനെ കുറിച്ച് എന്താ പറഞ്ഞത്? മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നു. പിന്നെ എവിടെ ജനിച്ചു? കണ്ണൂരിലെ പാട്യം ജനിച്ചു. പിന്നെ വാഗ്ഭടാനന്ദനെ കുറിച്ച് ആരംഭിച്ച മാസിക രണ്ടെണ്ണം: യജമാനൻ, പിന്നെന്താ ശിവയോഗ വിലാസം. പിന്നെ ഇദ്ദേഹം ആരംഭിച്ച സംസ്കൃത പാഠശാല എവിടെ? കോഴിക്കോട് കാരപ്പറമ്പിൽ തത്വപ്രകാശിക ആശ്രമം. ഓക്കെയാണ്. അപ്പൊ ആ ഓപ്ഷനുകളും സ്റ്റേറ്റ്മെന്റും കൃത്യമായി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ പഠിച്ചിരിക്കണം. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യവും ഉത്തരവും വിശദീകരണവും മനസ്സിലായെന്ന പ്രതീക്ഷയോടുകൂടി രണ്ടാമതൊരു ചോദ്യത്തിലേക്ക് എത്തുകയാണ്. എന്താണ് രണ്ടാമത്തെ ചോദ്യം? 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന, ഇവിടെയും തെറ്റായതേത് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്: ഡൽഹിയിലെ സമരത്തിന് നേതാവ് റാണി ലക്ഷ്മിഭായി ആണ്. അത് തെറ്റാണ്. അടുത്തത്: ബീഹാറിലെ ആരായിൽ നേതൃത്വം വഹിച്ചത് നവാബ് വാജിദ് അലി ഷായാണ്. തെറ്റാണ്. കാൺപൂരിൽ സമരം നയിച്ചത് നാനാ സാഹിബാണ്. ഇത് മാത്രമേ ഉള്ളൂ ശരി. അപ്പൊ ഒന്നും രണ്ടും തെറ്റാണ്. തെറ്റായത് ഏത് എന്നാണ് ചോദ്യം. ഒന്നും രണ്ടും പറയുന്നത് ഓപ്ഷൻ എ. ഒന്നും രണ്ടും തെറ്റാണ്. വിശദീകരണത്തിലേക്ക് പോകാം. ആരൊക്കെ എവിടൊക്കെ നേതാക്കന്മാരായിരുന്നു നോക്കാം. കാൺപൂരിൽ ആര്? നാനാ സാഹിബ്. ഡൽഹിയിൽ ആര്? ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ സെക്കൻഡുമാണ്. ഡൽഹിയില് ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ സെക്കൻഡും. ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായി ആണ്. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയാണ്. കാൺപൂരിൽ നാനാ സാഹിബ്, ഡൽഹിയിൽ ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ സെക്കൻഡും, ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായി, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. മീററ്റിൽ ഖദം സിംഗ്, അലഹബാദിൽ ലിയാഖത്ത് അലി, മധുരയിൽ ദേവി സിംഗ്. ഈ മധുര ഉത്തർപ്രദേശ് ആണ്. മധുരയിൽ ദേവി സിംഗ്. ക്ലിയർ അല്ലേ? അപ്പൊ ഒന്നുകൂടെ ഇതെങ്ങനാ? ഇത് പറഞ്ഞ് ഈ നേതാക്കന്മാരെ നമ്മൾ എവിടെയാണെന്ന് കൃത്യമായി പഠിക്കണം. ഒരു സൈഡ് പൊത്തി പിടിച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ചു നോക്കണം. കാൺപൂരിൽ ആര്? നാനാ സാഹിബ്. ഡൽഹിയിൽ ആര്? ജനറൽ ഭക്ത് ഖാന് ബഹദൂർ ഷാ സെക്കൻഡ്. ഝാൻസിയിൽ ആര്? റാണി ലക്ഷ്മിഭായി. ഫൈസാബാദിൽ ആര്? മൗലവി അഹമ്മദുള്ള. മീററ്റിൽ ആര്? ഖദം സിംഗ്. അലഹബാദിൽ ആര്? ലിയാഖത്ത് അലി. മധുരയിൽ ആര്? ദേവി സിംഗ്. തീർന്നില്ല. ഗ്വാളിയാറിൽ ആര്? റാണി ലക്ഷ്മിഭായി. കോട്ടയിൽ ജയ് ദയാൽ. ഹരിയാനയിൽ റാവു തുലറാം. അസമിൽ മണിറാം ദത്ത. ബറൌട്ട് പർഗാനയിൽ ആഗ്രയിലും ബീഗം ഹസ്രത്ത് മഹൽ. ഓർത്തിരിക്കേണ്ട പേരാണ്. എവിടൊക്കെ? ബറൌട്ട് പർഗാന, ആഗ്ര എന്നിവിടങ്ങളിൽ ബീഗം ഹസ്രത്ത് മഹലാണ്. ബീഹാറിലും ആരയിലും ആരാണ്? കൻവർ സിംഗ് ആണ്. അതുപോലെ ബറേലി ഖണ്ഡിലും ബറേലിയിലും റോഹിൽഖണ്ഡിലും ആരാണെന്ന് ചോദിച്ചാൽ ബഹദൂർ ഖാൻ ആണ്. ബറേലി റോഹിൽഖണ്ഡില് ഖാൻ ബഹദൂർ ഖാൻ ആണ്. ഇത്രയും നേതാക്കന്മാർ. ഒന്നുകൂടെ: ഗ്വാളിയോറിൽ ആര്? റാണി ലക്ഷ്മിഭായി. കോട്ട ജയ് ദയാൽ. ഹരിയാന റാവു തുലറാം. അസം മണിറാം ദത്ത. ബറൌട്ട് പർഗാന അതുപോലെ ആഗ്ര ബീഗം ഹസ്രത്ത് മഹൽ. ബീഹാറിലും ആഗ്രയിലും കൻവർ സിംഗ്. ബറേലിയിലും റോഹിൽഖണ്ഡിലും ഖാൻ ബഹദൂർ ഖാൻ എന്നിവരായിരുന്നു നേതാക്കന്മാർ. കൃത്യമായി പഠിച്ചു നോക്കോ, മാർക്ക് വരുന്ന ഒരു ഏരിയയാണ്. അപ്പൊ രണ്ടാമത്തെ ചോദ്യവും ഉത്തരവും വിശദീകരണവും വ്യക്തമായി എന്ന പ്രതീക്ഷയോടുകൂടി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എന്താണ് ചോദ്യം? താഴെ പറയുന്നവയിൽ ശരിയായ ക്രമം ഏതാണ്? ശരിയായവ ഏതാണ്? നോക്കാം. റൗലറ്റ് ആക്ട് 1915, ദണ്ഡി മാർച്ച് 1930, സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ 1928. ഇത് രണ്ടെണ്ണം കറക്റ്റ് ആണ്. അതായത് ദണ്ഡി മാർച്ച് 1930, സൈമൺ കമ്മീഷൻ 1928 ശരിയാണ്. റൗലറ്റ് ആക്ട് 1915 അല്ല. പിന്നെ എപ്പം നോക്കാം. അപ്പൊ രണ്ടും മൂന്നും ശരിയാണ്. ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931, അതും ശരിയാണ്. അപ്പൊ ശരിയായത് ഏതൊക്കെ? 2, 3, 4. 2, 3, 4 ഓപ്ഷൻ ഡി. ഓക്കെ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ തന്നെ ആയിരുന്നു ചോദ്യം. ഞാനായിട്ട് തെറ്റിച്ചതല്ല കേട്ടോ. താഴെ പറയുന്നവയിൽ ശരിയായ ക്രമം, ശരിയായവ ഏതൊക്കെ എന്നാണ് ചോദ്യമെങ്കിൽ 2, 3, 4. ശരി, നമുക്ക് നോക്കാം. ഉത്തരത്തിലേക്ക് വരാം. ഓരോന്ന് റൗലറ്റ് ആക്ടിലേക്ക് വരാം.
റൗലറ്റ് ആക്ട് വരുന്നതിന് മുമ്പ് ജസ്റ്റിസ് റൗലറ്റിനെ കുറിച്ച് പറയാം. ജസ്റ്റിസ് റൗലറ്റ് എന്താണ്? ബംഗാളിലെയും ബീഹാറിലെയും തീവ്രവാദ വിപ്ലവ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പഠിച്ച അന്വേഷണ കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ തലവനായിരുന്നു. എന്തിനെ കുറിച്ച് പഠിച്ചതാ? ബംഗാളിലെയും ബീഹാറിലെയും തീവ്രവാദ വിപ്ലവ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പഠിച്ചന്വേഷിച്ച കമ്മിറ്റിയുടെ തലവനായിരുന്നു ജസ്റ്റിസ് റൗലറ്റ്. 1918 ജസ്റ്റിസ് റൗലറ്റ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ നിയമമാണ് റൗലറ്റ് നിയമം, റൗലറ്റ് ആക്ട്. ഇതിന്റെ ഒഫീഷ്യൽ നെയിം ആണ്, അത് പഠിച്ചോ, അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈം ആക്ട്. അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈം ആക്ട്. അപ്പൊ അത് ഓർത്ത് വെക്കുമല്ലോ. റൗലറ്റ് ആക്ടിന്റെ ഒഫീഷ്യൽ നെയിം, ഔദ്യോഗിക നാമം എന്ത്? അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈം ആക്ട് എന്നാണ്. ഇതെന്നാണ് നിലവിൽ വന്നത്? 1919 മാർച്ച് 10. 1919 മാർച്ച് 10 റൗലറ്റ് നിയമം നിലവിൽ വന്നത്. എന്താണ് റൗലറ്റ് നിയമം? ഏതൊരു പൗരനെയും അറസ്റ്റ് ചെയ്തതിനു ശേഷം വിചാരണ കൂടാതെ തടങ്കലിലാക്കാം. ഏതൊരു വ്യക്തിയെയും അറസ്റ്റ് ചെയ്തതിനു ശേഷം വിചാരണ കൂടാതെ ജയിലിൽ അടയ്ക്കാം. അതുപോലെ എവിടെ വേണമെങ്കിലും പരിശോധന നടത്താം, ജയിലിൽ വയ്ക്കാം. ഇതാണ് ബ്രിട്ടീഷ് പോലീസിന് അധികാരം നൽകിയതായിരുന്നു റൗലറ്റ് നിയമം. ഗാന്ധിജി ഇതിനെ വിശേഷിപ്പിച്ചു കരിനിയമം. കരിനിയമം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി തന്നെയാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത് എന്ന് ചോദിച്ചാലും റൗലറ്റ് ആക്ട് തന്നെയാണ്. അപ്പൊ റൗലറ്റ് ആക്ടിനെ കുറിച്ച് ക്ലിയർ ആയി. 1919 മാർച്ച് 10 ഇതാണ് വർഷം. ദണ്ഡി മാർച്ചിലേക്ക് വരാം. ദണ്ഡി മാർച്ച് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടതാണ്, അറിയാം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണ് ദണ്ഡി മാർച്ച് അഥവാ സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം. ഒന്നാമത്തെ ജനകീയ പ്രക്ഷോഭം ഏതാ? ഒന്നാമത്തെ ജനകീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം 1920. നിസ്സഹകരണ പ്രസ്ഥാനം 1920 ഗാന്ധിജി നയിച്ച ആദ്യത്തെ ജനകീയ പ്രക്ഷോഭം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച ആദ്യത്തെ ജനകീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം 1920. രണ്ടാമത്തെയാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി 1930 ഗുജറാത്തിലെ സബർമതിയിൽ നിന്ന് ദില്ലിയിലേക്ക് 78 അനുയായികളോടൊപ്പം ഗാന്ധിജി എന്ത് ചെയ്തു? യാത്ര തിരിച്ചു. 1930 മാർച്ച് 12. 1930 ഏപ്രിൽ 6 അവിടെ എത്തി. ഏപ്രിൽ 6 ഉപ്പ് നിയമം ലംഘിച്ചു. അപ്പൊ ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 6. അതും ക്ലിയർ ആണ്. അടുത്തതിലേക്ക് വരാം. സൈമൺ കമ്മീഷൻ. 1919 ഭരണപരിഷ്കാരങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് കൂടുതൽ ഭരണപരിഷ്കാരങ്ങൾ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അതിനെക്കുറിച്ച് പഠിക്കുന്നതിനായി ശുപാർശ ചെയ്ത ഒരു കമ്മീഷൻ, ബ്രിട്ടീഷ് പാർലമെന്റ് ശുപാർശ ചെയ്ത കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. ഈ സൈമൺ കമ്മീഷന്റെ ഒഫീഷ്യൽ നെയിമാണ് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. സൈമൺ കമ്മീഷന്റെ ഔദ്യോഗിക നാമമാണ് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. ഇതിന്റെ അധ്യക്ഷനായിരുന്നു ജോൺ സൈമൺ. 7 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ സൈമൺ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 7, മറക്കണ്ട. അധ്യക്ഷൻ ജോൺ സൈമൺ ആണ്. ഇതിന് മറ്റൊരു പേരുണ്ട്, ഓൾ വൈറ്റ് മെൻ കമ്മീഷൻ എന്നറിയപ്പെട്ടു. വൈറ്റ് മെൻ കമ്മീഷൻ എന്നറിയപ്പെട്ടത് ഏതാണ്? സൈമൺ കമ്മീഷൻ ആണ്. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തുന്നത്. ആ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഭു ആണ്. ഓർത്തിരിക്കണം, സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആര്? ഇർവിൻ പ്രഭു ആണ്. സൈമൺ കമ്മീഷൻ അംഗമായിരുന്നു പിന്നീട് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ക്ലെമന്റ് ആറ്റ്ലി. ഓർത്തിരിക്കണം, സൈമൺ കമ്മീഷനിൽ അംഗമാവുകയും പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാവുകയും ചെയ്ത വ്യക്തി ആര്? ക്ലെമന്റ് ആറ്റ്ലി ആണ്. സൈമൺ കമ്മീഷൻ 1919. 1919 ഭരണപരിഷ്കാരങ്ങൾ പരാജയപ്പെട്ടപ്പോൾ 1919 സൈമൺ കമ്മീഷൻ ഏർപ്പെടുത്തി. 1919 ഭരണപരിഷ്കാരങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് നിയോഗിച്ച കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷനെ നിയോഗിച്ചത് 1927 രൂപീകരിച്ചു. 28 അവര് മുംബൈയിലെത്തി, ഇന്ത്യയിലെത്തി. 7 അംഗങ്ങൾ. അധ്യക്ഷൻ ജോൺ സൈമൺ. വൈറ്റ് മെൻ കമ്മീഷൻ എന്ന് അറിയപ്പെട്ടു. ഇതിനെതിരെ പ്രക്ഷോഭം നടന്നതൊക്കെ പിന്നീട് നടന്ന ചരിത്രം. ശരി, അടുത്തത് ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931.
എന്തായിരുന്നു നിയമലംഘന പ്രസ്ഥാനം? സിവിൽ നിയമലംഘന പ്രസ്ഥാനം അടിച്ചമർത്തുന്നതിന് പകരമായി അല്ലെങ്കിൽ അതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇർവിൻ പ്രഭു കോൺഗ്രസുമായി ഒരു അനുരഞ്ജനത്തിൽ ഏർപ്പെട്ടു. അതാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931. ഗാന്ധിയും ഇർവിനും തമ്മിൽ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് 1931 മാർച്ച് 5. ഗാന്ധി ഇർവിൻ ഉടമ്പടിയുടെ മറ്റൊരു പേരാണ് ഡൽഹി ഉടമ്പടി എന്നറിയപ്പെടുന്നു. ഗാന്ധി ഇർവിൻ ഉടമ്പടിയുടെ മറ്റൊരു പേരാണ് ഡൽഹി ഉടമ്പടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ ചോദ്യം അവിടെ എന്ത് ചെയ്തു? പൂർത്തിയാക്കി. നമ്മൾ എന്തിനെ കുറിച്ച്? റൗലറ്റ് ആക്ടിനെ കുറിച്ച് പറഞ്ഞു, ദെൻ ഡി മാർച്ചിനെ കുറിച്ച് പറഞ്ഞു, സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നതിനെ കുറിച്ച് പറഞ്ഞു, ഗാന്ധി ഇർവിൻ ഉടമ്പടിയെ കുറിച്ച് പറഞ്ഞു. ഈ ചോദ്യവും നമ്മൾ പൂർത്തിയാക്കി. അപ്പൊ ഇത്രയും ആയപ്പോൾ 3 ചോദ്യങ്ങളാണ് നമ്മൾ പൂർത്തിയാക്കിയത്. 3 ചോദ്യവും അവയുടെ വ്യക്തമായ വിശദീകരണവും നിങ്ങളിലേക്ക് എത്തി എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.